ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വരാനുള്ള റിസൾട്ടുകളൊക്കെ വന്നു. അപ്പോൾ ഇനി എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും തിങ്കളാഴ്ചത്തേക്ക് അക്ഷമയോടെ കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പം തമ്പനയിൽ കണ്ട പോലെ അണ്ണൻ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ്, ടാക്സി പിടിച്ചാണോ സ്കൂട്ടറിലാണോ വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ബാങ്കുകൾ ഒരു പക്ഷെങ്കിൽ ഈ പ്രാവശ്യം മോശം പാദഫലം നൽകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിരുന്നു. എനിക്കിന്ന് ഗ്രൂപ്പിലാണോ അതോ ഇവിടെ പറഞ്ഞ ഈ വീഡിയോയിലാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഈ HDFC ഈ ബോണ്ടയും വടയും ചായയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തദൈവ ആയിരിക്കും എന്നുള്ള കാര്യം. ആദ്യമേ തന്നെ HDFC ഈ ബോണസ് ഷെയർ പ്രഖ്യാപിച്ചു 1:1 ബോണസ് ഷെയറും സ്പെഷ്യൽ ഡിവിഡൻഡ് ഏതാണ്ടൊക്കെ കൊടുക്കും എന്ന് നേരത്തെ റിസൾട്ടിന് മുന്നേ പ്രഖ്യാപിച്ചു. അപ്പം അതിനനുസരിച്ച് മാർക്കറ്റ് മേലോട്ട് കയറും എന്നൊക്കെയാണ് ധരിച്ചത്. പക്ഷെങ്കിൽ എന്നെപ്പോലെ തിരുമണ്ടന്മാരൊന്നും അല്ലല്ലോ ബാക്കിയുള്ളവരെല്ലാം. നമ്മളെപ്പോലെ അത്യാവശ്യം ഒന്നുമില്ലെങ്കിലും വലിയ മിടുക്കന്മാരല്ലെങ്കിലും അരിയാഹാരമല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഞാനത്തേ പറഞ്ഞിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ ബോണസ് ഷെയറും ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഇവൻ്റെയൊക്കെ റിസൾട്ട് വളരെ മോശമായിരിക്കും എന്ന് നമ്മൾ അനുമാനിച്ചായിരുന്നു. ഏകദേശം അതുപോലൊക്കെ തന്നെ സംഭവിച്ചു. HDFC റിസൾട്ട് വന്നു, മോശം റിസൾട്ടാണ്. മോശം റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു കള്ളക്കണക്ക് പോലൊക്കെ നമുക്ക് തോന്നുന്നു. കാരണം അവരുടെ NPA കൂടിയിട്ടുണ്ട്, NPA നോൺ പെർഫോമിങ് അസറ്റ് കൂടിയിട്ടുണ്ട്, ഗ്രോസ് NPA കൂടിയിട്ടുണ്ട്, ക്വാർട്ടർ ടു ക്വാർട്ടറിനേക്കാളും ഇയർ ഓൺ ഇയർ എല്ലാം കൂടിയിട്ടുണ്ട്. അതായത് കിട്ടാക്കടം എന്നല്ല, ഈ കടം കൊടുത്തത് തിരിച്ച് ഡിഫോൾട്ട് വരുത്തിയവരുടെ എണ്ണം കൂടുതലാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഇപ്പോൾ. അതാണ് NPA കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രൊവിഷൻ ആവശ്യമില്ലാതെ എങ്ങാണ്ട് 10,000 കോടി രൂപ എങ്ങാണ്ട് പ്രൊവിഷൻ കൂടിയിട്ടുണ്ട്. എന്താ ഈ പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ വരുവാണെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രൊവിഷൻ കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഈ 10,000 കോടി രൂപ പ്രൊവിഷൻ കൂട്ടി വെച്ചപ്പം നമ്മൾ ആലോചിച്ചോണം, എന്തെങ്കിലും ഇൻഡാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി അവരുടെ അച്ഛന് വരുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രൊവിഷൻ കൂട്ടി വെക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ അടുത്ത പ്രാവശ്യം അവരുടെ പ്രോഫിറ്റിൽ അത് ഈ വരുന്ന ചിലവ് കുറച്ച് കാണിക്കേണ്ടി വരത്തില്ലേ. അതിനാണ് ഈ പ്രൊവിഷൻ കൂട്ടി വെക്കുന്നത്. അപ്പോൾ പ്രൊവിഷൻ കൂട്ടി വെക്കുമ്പോൾ അതിനർത്ഥം എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ചിലവ് വന്നു കഴിഞ്ഞാൽ, ചിലവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പ്രൊവിഷൻ്റെ വകുപ്പിനകത്ത് നിന്നാണ് എടുത്ത് ചിലവാക്കുക. അപ്പോൾ ഇത്ര ഇത് കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ചിലപ്പോൾ RBIയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ് കണ്ടുപിടിച്ചാലോ ഒക്കെ ഫൈനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊവിഷൻ അതിൽ നിന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് പ്രൊവിഷൻ കൂട്ടി വെക്കുന്നതിനുള്ള ഗുണം. അപ്പം മൊത്തത്തിൽ സ്വാഹയാണ്. അപ്പം ഇനിയിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു 2000 എന്നുള്ള സംഭവം ഓർത്ത് വെച്ചു. ഇതിപ്പം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കഴിഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സീനിയർ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ്, സാറിൻ്റെ പിന്നെ ബർത്ത്ഡേയും കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേയും ഇത് പൊട്ടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ തമാശ രൂപേണ പറഞ്ഞു. ഓക്കെ, അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സാധനം ഇനിയും താഴോട്ട് തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ 2000 കഴിഞ്ഞു, 1993 കഴിഞ്ഞു, 1978 കഴിഞ്ഞു, പിന്നെ എനിക്ക് 1960 താഴെ കണ്ടാണ് ഇന്നലെ ക്ലോസിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജസ്റ്റ് നോക്കിക്കോട്ടെ, 1957 ഓക്കെ, 1957. അപ്പോൾ കൈവിട്ട് പോയി സാധനം. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ അതാണ് HDFCയുടെ അവസ്ഥ. കാര്യം മനസ്സിലായല്ലോ. ആക്സിസ് ബാങ്ക് ഓൾറെഡി നമ്മൾ കണ്ടു, വളരെ മോശം റിസൾട്ടായിരുന്നു അവർ, അല്ലേ. ഇതിൽ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ കണക്ക് ICICIയുടെ റിസൾട്ട് മാത്രമാണ് കുറച്ച് ഭേദം. എന്നാലും വലിയ മെച്ചമൊന്നും പറയാനില്ല. എങ്കിലും മറ്റുള്ളവരെക്കാൾ നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ കണക്ക് വലിയ കുഴപ്പമില്ല ICICI. പക്ഷേ മറ്റവന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുമ്പം ICICI മാത്രം ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അത് മാത്രമല്ല ഏകദേശം ഓൾ ടൈം ഹൈയിലടുത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യം അങ്ങനെ കിടക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മൂത്താശാരിയാണ്, റിലയൻസ്. ഓക്കെ, റിലയൻസിൻ്റെ കാര്യം
അത്ര വൃത്തിയുള്ള സംഭവമല്ല, റിസൾട്ടല്ല വന്നിരിക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ സമയം ഒത്തിരി പോകും. അപ്പോൾ ഞാൻ സമ്മറി അങ്ങ് പറയുകയാണ്. റിലയൻസിൻ്റെ റിസൾട്ടും അത്ര മെച്ചം ഒന്നുമല്ല. അവർക്ക് പിന്നെ അവരുടെ പ്രോഫിറ്റ് അവർ പെരുപ്പിച്ച് കാട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻസിൻ്റെ കുറേ സ്റ്റോക്ക് അവർ വിറ്റായിരുന്നു. ഓക്കെ, അത് വിറ്റപ്പോൾ അത് കിട്ടിയ വരുമാനം കൂടെ അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്രോഫിറ്റ് പെരുപ്പിച്ച് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ പെരുപ്പിച്ച് കാണിക്കാമെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് തിങ്കളാഴ്ച മാത്രം നമുക്കറിയാം. കാരണം കഴിഞ്ഞ ദിവസം GDR പിന്നെ 1% ഡൗൺ ആണ്. GDR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്, ADR എന്ന് പറഞ്ഞ പോലെ, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് എന്ന് പറഞ്ഞ പോലെ GDR എന്ന് പറയുന്ന സംഭവമുണ്ട്. അവിടെ നമ്മുടെ റിലയൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്നലെ രാത്രിയിൽ 1% ഡൗൺ ആണ്. അപ്പം ഈ റിസൾട്ട് അതിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് സമ്മറി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്ത ദിവസം എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് ഏകദേശം നേരെ താഴെ സൈക്കോളജിക്കൽ സപ്പോർട്ടും പൊട്ടിച്ച് 25,000 പൊട്ടിച്ച് താഴെയാണ് ക്ലോസിങ്. 25,000 താഴെയാണ് നമുക്ക് ക്ലോസിങ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനിയും ഈ 25,000 താഴെ ക്ലോസ് ചെയ്തത് ഒരു വലിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അല്ലെങ്കിൽ ബുൾസ് 25,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ ശ്രമിപ്പിച്ചേനെ, പക്ഷെ അത് സംഭവിച്ചില്ല. അതിനർത്ഥം മാർക്കറ്റ് സ്ട്രെങ്ത് അല്ല. അത് മാത്രമല്ല, മറ്റവന്മാർ ഷോർട്ട് പൊസിഷൻ ഇതുവരെയായിട്ടും കുറഞ്ഞിട്ടില്ല. 87 ആണെന്ന് തോന്നുന്നു. 87% അവർ 87 ആണോ 83 ആണ്, ഞാൻ ക്ലിയറായിട്ട് ഓർക്കുന്നില്ല. ഷോർട്ട് പൊസിഷനിലാണ് അവർ. ഓക്കെ, അവരുടെ ഷോർട്ടൊന്നും കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതിനർത്ഥം മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു ചെറിയ കറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്തിനെങ്കിലും സാധ്യതയുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നു. നാളെ ഇനി ഇതെടുത്ത് വെച്ചിട്ടാണ് അങ്ങേര് ബേറിഷാന്ന് പറഞ്ഞ് മാർക്കറ്റാണ് മേലോട്ട് പോയെന്ന് പറഞ്ഞ് എന്നെ തെറി വിളിക്കല്ലേ. ഒന്നാമത് തെറിവിളി കൊണ്ട് കിടന്നു കൊടുക്കണ്ട. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഓക്കെ, ഒരു പക്ഷേ ഈ തെറ്റാകാം, ശരിയാവാം, ഞാൻ പറഞ്ഞതിനെതിരെ പോവാം. ഇതൊക്കെ ഞാൻ ദൈവമൊന്നുമല്ല. ഓക്കെ, എനിക്ക് കവടി നിർത്തിയിട്ട് പറയാനും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബോധ്യത്തിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഇത്രയും നേരെ സംസാരിച്ചത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളും പലയിടത്തു നിന്ന് ഞാൻ ക്രോഡീകരിച്ച ന്യൂസിനകൾക്ക് ഡേറ്റയ്ക്കകത്തു നിന്ന് ഒരു സമ്മറി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വന്നു. പ്രോഫിറ്റ് എടുത്ത് അതിനെ പിന്നെ കൂടുതൽ തന്നില്ല. കാരണം ഇന്ന് രാവിലെ പകൽ ഞാൻ കുറച്ച് ഗ്രൂപ്പ് തുറന്ന് ചേർന്നു. അവർക്ക് എല്ലാവരും പറഞ്ഞവർക്ക് കോൾ കൊടുക്കണം. ഞാൻ എവിടെ നിന്നാണ് കോൾ കൊടുക്കുന്നത്? കാരണം എനിക്ക് എൻ്റെ വസ്തുവും വീടും സെബി കൊണ്ടുപോകുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. അന്നേരം ഇപ്പോൾ ആരും കാണത്തില്ല. ഓക്കെ, അതുകൊണ്ട് കോൾ കൊടുക്കുന്ന പരിപാടി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഇവിടെ. ഞാനിവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ലെവലുകൾ ഇവിടെ മാർക്ക് ചെയ്തിടും. ഗ്രൂപ്പിൽ ഇവിടെ പറയുന്ന ലെവലുകൾ തന്നെ ഗ്രൂപ്പിൽ മാർക്ക് ചെയ്തിടും. താല്പര്യമുള്ളവർക്കൊക്കെ നോക്കാം. പിന്നെ എന്നെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേൺസോ എല്ലാം രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കോൾ കൊടുക്കുന്ന പരിപാടിയോ ഇവിടെ പുട്ടെടുക്കുന്നോ കോൾ എടുക്കുന്നോ അതിനുവേണ്ടി എനിക്ക് ആരും മെസ്സേജ് അയക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നടക്കുകയില്ല. നിങ്ങൾ എന്നെ തല്ലി കൊന്നാലും അങ്ങനെ പരിപാടി നടക്കത്തില്ല. ചൊവ്വ നേരം പഠിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പരിപാടി നിർത്തി വീട്ടിൽ പോവുക, നിർത്തിയൊക്കെ പരിപാടി. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ശോഭിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇനിയും പൈസ കളയല്ല, നിങ്ങൾ നിർത്തി പോവുക. നിങ്ങൾ പരിപാടി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങുക. ദൈവത്തെ ഓർത്ത് കൊണ്ട് കാശ് കളയല്ല. അല്ല, നിങ്ങൾക്ക് പഠിക്കണം, പഠിച്ച് ഇതിനകത്ത് വിജയിക്കണം എന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ചൊവ്വ നേരെ നിങ്ങൾ പഠിക്കുക. പഠിക്കാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ നോക്കുക. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ പറയാം. ഇത് ഞാൻ ഒരു ഓപ്ഷൻ ബൈങ്ങിനകത്ത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിനെപ്പറ്റിയാണ് ഞാനവിടെ നാട്ടിൽ വരുമ്പോൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് പങ്കെടുക്കുക. എനിക്കിപ്പോൾ ആരെയും കയ്യെ പിടിപ്പിച്ച് എഴുതിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. അല്ലാതെ തേനെ ചക്കരെ എന്ന് പറയും തേൻ പുരട്ടിയ വാക്കുകളൊന്നും ഉപയോഗിച്ച് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. എനിക്ക് എൻ്റെ ഭാഷ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം അവിടെ വിടുന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റ് അടുത്ത ദിവസങ്ങൾ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. നമുക്കിതിനെ നമുക്കൊരു ഡെയിലി ചാർട്ടിലോട്ട് പോവാം. ഡെയിലി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ ഉള്ളതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ലേ. തൽക്കാലം നമുക്ക് ഈ ലൈനൊന്നും മാറ്റാം. ഈ ലൈനൊന്നും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരവസ്ഥയല്ല. എങ്കിലും നമുക്കിവനെ ഒന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, വളരെ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്.
അല്ലേ? ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. നല്ലൊരു പ്രീവിയസ് ഉള്ളൊരു ഒരു ഒരു ലോ ബ്രേക്ക് ചെയ്താണ് ഈ ക്യാൻഡിൽ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ലോ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ നമുക്കൊന്ന് നോക്കാം. ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ചാൽ നമുക്ക് ഇവനെ ഒന്ന് നോക്കാം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കൊള്ളാം, ഈ സംഭവം കൊള്ളാം ഇല്ലേ? ഇത് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 പല പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് കയറി പോയിട്ടുണ്ട് അല്ലേ? താഴെ ഗ്യാപ്പ് ഡൗൺ വന്നെങ്കിലും അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറി ഗ്യാപ്പ് അപ്പിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മുതൽ ഏപ്രിൽ മുതലുള്ള സിനാരി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ നിങ്ങൾ ഡെയിലി ബേസിൽ? ഈ ട്രെൻഡ് ലൈനിൽ പലപ്പോഴും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തെങ്കിലും അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ദിവസം തന്നെ തിരിച്ച് റിവേഴ്സ് പോയിട്ടുണ്ട് മാർക്കറ്റ് ഇല്ലേ? തിരിച്ച് റിവേഴ്സ് പോയി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇവിടെ പല പ്രാവശ്യവും ഇത് ബ്രേക്ക് ചെയ്തെങ്കിലും തിരിച്ചല്ല മുകളിൽ ക്ലോസിങ് എല്ലാം മുകളിലാണ് അല്ലേ? ഈ ഒരു സിനാരിയിൽ മാത്രമേ ഉള്ളൂ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം. പക്ഷേ പിറ്റേ ദിവസം എന്ത് ചെയ്തു? അത് ഹ്യൂജ് ഗ്യാപ്പ് അപ്പിൽ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. അപ്പം ഇവിടുത്തെ സിനാരിയോ ലോട്ടറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാർക്കറ്റിന് താഴെ ചൊവ്വ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ മാർക്കറ്റ് താഴെ ക്ലോസ് ചെയ്തു ഇല്ലേ? ഇതൊരു പ്രശ്നമാണ്. ഇവിടെ അങ്ങ് ഒരു ക്ലോസിങ് വന്നിട്ടില്ല. നോക്കിക്കേ, ഇവിടെ അങ്ങ് ഒരു ക്ലോസിങ് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ക്ലോസിങ് വന്നു. ഇതൊരു ഒരു പേടിക്കേണ്ട സിനാരിയാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്കപ്പോൾ ഇവിടുത്തെ ലെവലുകളൊന്ന് നോക്കാം. എന്താണ് ഇവിടെ സംഭവിക്കാൻ ഉള്ള സാധ്യത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പഴയ ലെവലുകളൊക്കെ ഓർമ്മയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊരിക്കൽ ഇവിടെ ഞാൻ ഈ വരയ്ക്കുമ്പോൾ നിങ്ങൾ പേടിക്കല്ലേ കേട്ടോ. ഞാൻ ഈ നിങ്ങൾ വര കേൾക്കുമ്പോൾ ഒന്നും പേടിക്കില്ല. പണ്ട് എനിക്ക് ഓർമ്മയാണ്, എന്നെ ഒരു കുറേ മാസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു മെയിൻ തലവര വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ തലവര വീണ്ടും വരയ്ക്കാം. 23,800 എന്ന് പറഞ്ഞൊരു തലവര നമുക്കിവിടെ ഉണ്ടായിരുന്നു. 23,800. ഇതായിരുന്നു ആ തലവര. 23,807 അല്ലേ? നമുക്കത് 23,800 ആക്കാം. ഒന്ന് റൗണ്ട് ഫിഗർ ചെയ്യണം. വേണ്ട, 23,810 ആക്കാം. 23,810 ആക്കാം. ഈ 810 നിങ്ങൾ ഇത് പണ്ട് ഞാൻ വരച്ചിട്ട് തലവര. ഇത് കാരണം എന്നറിയാം, ഈ തലവര വരയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഉണ്ടോ ഇവിടെയൊക്കെ ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ? പല പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് ഇവിടെയൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് മേളിൽ പോയി താഴെ വന്ന് ഇവിടെ പല കളികൾ കളിച്ച് ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയ സംഭവമായത്. അതിന് ശേഷം മുകളിൽ പോയതിന് ശേഷം ഉള്ള ഒരു ലൈനാണിത്. പണ്ട് വരച്ചിട്ടിരിക്കുന്ന ലൈൻ എനിക്ക് 23,800 എന്ന് പറഞ്ഞൊരു എൻ്റെ കോൾ കൊണ്ട് ശ്രദ്ധ തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 23,800 എന്ന് പറഞ്ഞ സംഗതി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഞാൻ 23,800 വെച്ച് പറഞ്ഞ് മാർക്കറ്റ് അങ്ങോട്ട് വരണം എന്നുള്ളതല്ല, പക്ഷേ നമ്മളൊരു കോഷൻ എടുക്കുകയാണ് ഇവിടെ. 23,800 എന്ന് പറഞ്ഞത് വര. അതിന് മുകളിൽ നമുക്ക് ഒരു വരയും കൂടെ വരയ്ക്കാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു വര കിട്ടാനുള്ള നമുക്ക് ഇതാണ് ഒരു പ്രധാനപ്പെട്ട വര. 24,800 എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ ഉണ്ട്. 23,800 ഞാൻ എന്തുകൊണ്ട് വരയ്ക്കുന്നു എന്നുള്ളത് കൂടെ പറയാം. ഇത് ഈ 23,800 എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ. ഈ ഏരിയ ഇവിടെ എഴുതി കാണിക്കാം. 23,800 24 എത്ര പറഞ്ഞ 24,800 ഇവിടെ ഉണ്ട്.
പിന്നെ ഇവിടെ ഈ ഏരിയയിൽ ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് അല്ല റെസൻസ് എടുത്തിട്ടുള്ള ഏരിയയാണിത്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുക. എത്ര ഏതാ നമുക്ക് ആ പോയിൻ്റ് കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ 770 ആക്കാം, നമുക്ക് റൗണ്ട് ഫിഗർ ആക്കാം. ചിലപ്പോൾ 1-2 പോയിൻ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ, പക്ഷേ ഉള്ള സമാനമുള്ള കാര്യമില്ലേ. ഓക്കെ, 24,770. അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,770 അതിന് താഴെ നമുക്ക് പറയാനുള്ളത് നമുക്ക് വേണം വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. വലിയ ടൈം ഫ്രെയിമിൽ നോക്കിയെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഏറി കുറഞ്ഞു വരും. ഇപ്പോൾ തൽക്കാലം ഇത്ര നിന്നാൽ വെച്ചാൽ മതി. ഈ 23,810 നമ്മുടെ മനസ്സിലിരിക്കുക, 24,770 മനസ്സിലിരിക്കുക. ഈ 24,770 ഇൻട്രാഡേ ബേസിസ്, ഈ വീക്ക്ലി ബേസിലെ കാര്യം പറയുന്നത്, ഈ 24,770 പൊട്ടിയാൽ പിന്നെ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, ഈ ഒരു വര 24,201 അതും കൂടെ ഒന്ന് വരച്ചിട്ടേക്കാം. 24 അത് സമയം കൊല്ലുവാണേ. ഈ ലൈൻ കൂടെ കിടക്കട്ടെ, 24,455 ഇത്ര ഈ ലൈൻ മതി. ഇതുകൂടെ പൊട്ടുവാണെങ്കിൽ പിന്നെ അവൻ താഴെ പോരും. ഓക്കെ, അപ്പോൾ ഈ 3 ലൈനേ ഉള്ളൂ നമുക്ക് വീക്ക്ലി ബേസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇത്രയും ഭാഗം നിങ്ങൾ മാർക്ക് ചെയ്യുക. കാണാത്തവർ നിങ്ങൾ ഞാൻ നോക്കിക്കോട്ടോ. 23,810, 24,455, 24,770, 24,900 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും പരാതിയും വരുക, കാണുന്നില്ല, എടുക്കുന്നത്. എന്നാൽ ചൊവ്വേരെ ജസ്റ്റ് ഒരു ഹൈ റെസൊല്യൂഷൻ ഇട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാമെന്നുള്ള കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ വരകളൊക്കെ പഴയ വരകളൊക്കെ കൃത്യമായിട്ട് 3-4 ദിവസം കൊണ്ട് അങ്ങനെ കിടക്കുന്ന വരകളാണ്. അപ്പോൾ പരാതി പറഞ്ഞ് ഞാൻ പോരട്ടെ, എല്ലാം ഞാൻ സ്പൂണിൽ കോരി തരണം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ വേണ്ടത്? നമുക്കിനി ഡെയിലി എൻ്റെ പഴയ വരയെല്ലാം പോയല്ലോ. അപ്പോൾ ഇത് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ആ വരകളെല്ലാം പോയി ഇല്ലേ. ഒരു മിനിറ്റ് ഞാനൊന്ന് എഴുതി വെക്കട്ടെ. ഈ വര ഞാൻ വരച്ചൊന്ന് എഴുതി വെച്ചോട്ടെ. ഇപ്പം മാറ്റുമ്പോൾ ഇതെല്ലാം പോകും. പഴയ വര നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് 24,770, 24,455, 455, അടുത്ത 23,810 ഇല്ലേ. ഈ 3 വരെയാണ് നമുക്ക് ഉള്ളത്. പിന്നെ ആ ട്രെൻഡ് ലൈനും ഉണ്ട്, അത് ഓർത്തിരുന്നു കേട്ടോ. നമുക്കിനി നേരെ ബാക്കിൽ വരാം, അല്ലെങ്കിൽ നമ്മുടെ ലൈനെല്ലാം പോകും. പിന്നെ ഞാൻ രണ്ടാമത് ലൈനെല്ലാം വരയ്ക്കേണ്ടി വരും. ഇല്ലയോ, എല്ലാം പോയോ, പണി പാളിയോ? പണി പാളി, വരയെല്ലാം പോയി, വരയെല്ലാം പോയല്ലോ. ഓക്കെ, സാരമില്ല. നമുക്കിനി 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് പോവാം. ഇല്ല, വരയെല്ലാം പോയി, പുതിയ വരകളെല്ലാം പോയി. സാരമില്ല, ഞാൻ രണ്ടാം വരച്ചോളാം, കുഴപ്പമില്ല. ഞാൻ വരച്ചത് കറക്റ്റ് ചെയ്യാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് ഇനിയും നോക്കാനുള്ളത് ഇൻട്രാഡേ വൈസിൽ നമ്മൾ വരച്ചിട്ടു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണോ. ഇത് ഇവിടെ കിടക്കട്ടെ, ഈ സാധനം. ഈ വര ഞാൻ ഒന്നുകൂടെ പഴയ വരകളെല്ലാം നിങ്ങൾ കളയണ്ട കേട്ടോ. വരയെല്ലാം അതുപോലെ തന്നെ ഇട്ടേരെ. പിന്നെ ഞാൻ വരച്ചിട്ടോളാം. നിങ്ങൾ പക്ഷേ പഴയ വരകളൊന്നും കളയരുത്. ഓക്കെ, ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരയെല്ലാം വരച്ചിട്ടോളാം. വര കളയരുത്. ഇതിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ട് വര മായ്ച്ചു കളഞ്ഞുകൊണ്ടാണ് വരകളെല്ലാം പോയത്. ഓക്കെ, അത് വര ഞാൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ ഞാൻ എടുത്തിടാം. അപ്പോൾ തൽക്കാലം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രാഡേ ബേസിലുള്ള വരകൾ നമുക്ക് നോക്കാം. ഇൻട്രാഡേ ബേസിസിലുള്ള വരകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. 24,470, 24,455, 24,455 എന്നുള്ളത് വര ചിലപ്പോൾ ഇച്ചിരി ഒന്ന് മാറി. ഇൻട്രാഡേ ബേസിസിൽ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. നമുക്ക് 24,490 ഇതാണ്. ഈ വര നോക്കിയാൽ മതി. 24,500 കറക്റ്റാണ്. ഈ വര നമ്മൾ നോക്കിയാൽ മതിയേ.
വരയെല്ലാം പോയതുകൊണ്ടാണ് അതങ്ങനെ ആയിപ്പോയത്. അല്ലാതെ നിങ്ങൾ ഒരു വര വരച്ചിട്ടേക്കുക, അത്രേ ഉള്ളൂ. 24,500 ഇത് ഇച്ചിരി ലാഗാണ്, നിങ്ങൾ ക്ഷമിക്കുക, എനിക്ക് എത്ര പറയാനുള്ളൂ. ഓക്കെ, 24,500. ഇനി അടുത്ത നമുക്ക് വരയ്ക്കാനുള്ളത് 23,810 നമ്മൾ മെയിനായിട്ട് വരച്ചു. അതിന് ശേഷം നമുക്ക് ഇതിനകത്തൊരു വരയ്ക്കാനുണ്ടോ നോക്കട്ടെ. 24,500, 23,810. 24,500 താഴെ നമുക്കൊരു വര 24,769. അതിന് ശേഷം നമുക്ക് ഇതൊരു വരയാണ്. ഇൻട്രാഡേ വൈസിൽ ഇതൊരു വരയാണ്, ഇതൊരു സാധനമാണ്. 24,182. അത്രയും ഭാഗമൊക്കെ വരുമോ? അടുത്തൊരു വരയുണ്ട് ഇവിടെ. ഇത് നമ്മൾ 45 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടതാണ്. അടുത്തത് നമുക്ക് വരയ്ക്കാനുള്ളത് ഇതാണ്. ഓക്കെ, 24,332. ഇത്രയും ഭാഗം തൽക്കാലം വരയ്ക്കുക. 24,182 കഴിഞ്ഞാൽ പിന്നെ 23,810. ഇതിനിടയ്ക്ക് വര വല്ലതും ഉണ്ടോ? ഇതിനിടയ്ക്കൊരു വര ഇവിടെ ഉണ്ട്. ഓക്കെ, 24,37. ഓക്കെ, ഇത്രയും വരകൾ പുതിയതായിട്ട് വരച്ച വരകളാണ്. നിങ്ങൾ മറ്റേ പഴയ വരകളൊന്നും കരയില്ല. താഴോട്ട് വരയില്ലല്ലോ, മുകളിലുള്ള വരകളെല്ലാം കിടന്നോട്ടെ. താഴോട്ടുള്ള വരകളിൽ ഇത് നിങ്ങൾ വരച്ചിട്ടാൽ മതി. ഓക്കെ, ഇത് നമുക്ക് 5 മിനിറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ വൈഡായിട്ട് വരും വരകൾ. ഇന്നത്തെ എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നെന്നറിയാം, പക്ഷെങ്കിൽ ഇങ്ങനെ പറ്റൂ. ഓക്കെ, ഇതാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, വരച്ച് കഴിഞ്ഞാൽ 24,919, 24,920 ആക്കാം നമുക്കത്. ഇന്നത്തെ എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നറിയാം, പറഞ്ഞൊരു കാര്യമില്ല, നോ പ്രോബ്ലം, പ്രശ്നമില്ല. 24,920 ഇത് മെയിന്. അടുത്ത 24,769 അത് നമുക്ക് റൗണ്ട് ഫിഗർ ആക്കാം, 70 ആക്കാം. 24,770. ഓക്കെ, 24,920 പൊട്ടിയ 24,770. അതിനുശേഷം 24,500. 200 പോയിൻറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത. പക്ഷേ ഇതിനിടയ്ക്കൊരു ഇടത്താവളം നമുക്ക് വേണമില്ല, ഇൻട്രാഡേയിൽ വേണ്ടേ? നമുക്കൊന്ന് നോക്കിയേക്കാമേ. ഇതാ ഇവിടെ ഉണ്ട്, ഒറ്റ നോട്ടത്തിൽ കണ്ടു വര. ഇതാ 24,670. ഇനി ഇതിനിടയിലുണ്ടോ? വേണ്ട. 670 പൊട്ടിയാൽ പിന്നെ 670 പൊട്ടിയാൽ പിന്നെ 500ആണ്. 24. അപ്പോൾ ഇത്രയും മതി, ഇത് ധാരാളം, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും വരകൾ കിട്ടിയല്ലോ. ഓക്കെ, പഴയ വരകളൊന്നും നിങ്ങൾ കളയണ്ട, അത് നിങ്ങൾ കടന്നോട്ടെ. ഇത് പുതിയതായിട്ട് താഴോട്ടുള്ള വരകളാണ്. ഇത് വരച്ചേക്കുക. 24,920, 24,770, 24,670, 24,500, പിന്നെ 24,332, 24,182, അടുത്ത് 24,37, 23,810. ഇത്രയും വരകളാണ് വരച്ചിട്ടേക്കുന്നത്. നിങ്ങൾ നോക്കുക. ഞാൻ എന്നിട്ട് ഒന്നുകൂടെ പഴയ വരകൾ രണ്ടാമത് വരച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലിട്ടേക്കാം. ഓക്കെ, ആ വരകൾ ഇനി തിരിച്ചിട്ട് കഴിച്ചിട്ട് പണിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, വെല്ലുവിളിയാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾ നിഫ്റ്റിയുടെ ലെവലുകൾ നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ട്, നോ പ്രോബ്ലം, പ്രശ്നമില്ല. ഓക്കെ, അടുത്ത് അപ്പോൾ നമ്മളിനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുന്നതിന് മുമ്പ് നമുക്ക് HDFC നോക്കിയിട്ട് വരാം. HDFC നാളെ പൊട്ടിയാൽ ബാങ്ക് നിഫ്റ്റി അടപടലം പൊട്ടും. അതിന് മുന്നേ നമുക്ക് റിലയൻസിൻ്റെ കാര്യം കൂടെ നോക്കട്ടെ. റിലയൻസ് നാളെ അണ്ടർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരച്ചിട്ടിട്ടുണ്ട് ഞാനിവിടെ. 1460 ബ്രേക്ക് ചെയ്താൽ സാധനം നേരെ താഴെ പോകും. ഞങ്ങൾ റിലയൻസിനെ നോക്കുക. പ്രധാനമായിട്ട് റിലയൻസിനേക്കാൾ കൂടുതൽ HDFC ആണ്. HDFC നാളെ ഒരു പക്ഷെങ്കിൽ പൊട്ടിയാൽ ആക്സിസ് ബാങ്ക് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് ഒക്കെ 1,050 വരുമെന്നാണ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. 1,199 ഇപ്പം നിൽക്കുന്നത്. പക്ഷേ 1,050
50 വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് HDFC നോക്കാം. HDFC നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ എല്ലാം കഴിഞ്ഞു. 2000 കഴിഞ്ഞു, 991 കഴിഞ്ഞു, 1978 കഴിഞ്ഞു. അടുത്തത് 1956 ഇപ്പം ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പഴയ ലൈനുകളൊക്കെ ഇവിടെ കാണണമല്ല, അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും നോക്കാനുള്ളത് ഒരു ചെറിയ ഒരു ഇത് നോക്കിക്കോട്ടെ. HDFCയിൽ ഇവിടെ കിടപ്പോ, അതിവിടെ വരെ ഉണ്ടല്ലോ. 1959 എന്ന് പറയുന്ന ഈ സംഭവം ഒരു സപ്പോർട്ടാണ് കേട്ടോ. ഈ സാധനം ഇവിടെ ഒരു സപ്പോർട്ടായത്, ക്ലിയർ സപ്പോർട്ടായത്. അവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ ഇനിയും പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ഇൻട്രാഡേ ബേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഈ റേഞ്ചിൽ വരും. ഈ റേഞ്ച് ഇത് പല പ്രാവശ്യം എടുത്തിട്ടുള്ള 1942. ഓക്കെ, അപ്പം അതിനും താഴെ പോയാൽ പണി പാളും. അതിന് താഴെ പോയാൽ അടുത്ത ലൈൻ ഇതാ. അടുത്തത് 1919, 20 ആക്കാം. 1920 അവിടെ വരെ നിൽക്കട്ടെ. ബാക്കി ഒരു ലൈൻ താഴെ കിടപ്പുണ്ട്. തൽക്കാലം HDFC അവിടം വരെ നിൽക്കട്ടെ. ഓക്കെ, നാളെ 1942 താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ 1920 നമുക്ക് എളുപ്പം കണ്ടെത്താൻ പറ്റും. ഓക്കെ, ICICI ബാങ്കിൻ്റെ കാര്യം, ICICI ബാങ്കിന് അത്ര വലിയ വരാൻ സാധ്യതയില്ല. എന്നാലും 1424 പൊട്ടിയാൽ, ICICI 1424 പൊട്ടിക്കഴിഞ്ഞാൽ 1402 വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റുള്ളവരെല്ലാം സെല്ലിംഗ് പ്രഷർ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ICICI ബാങ്കിലും സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. നമുക്ക് കോട്ടക് ബാങ്ക് റിസൾട്ട് വന്നില്ല, പക്ഷേ 2000 ഒക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇതൊക്കെയാ ഗതിയെങ്കിൽ അതിൻ്റെ ഗതി അതൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് HDFC ബാങ്കിലോട്ട് വരാം. എനിക്കറിയാം നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, സോറി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്നിങ്ങനെ ആയിപ്പോയി. ബാങ്ക് നിഫ്റ്റി വരെയൊന്നും ഞാൻ മാറ്റുന്നില്ല. ബാങ്ക് നിഫ്റ്റി ഇതാ നോക്കിക്കോ, 56,070 പൊട്ടിയാൽ പിന്നെ നമ്മൾ പലതും കാണേണ്ടി വരും. 56,070 പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഡേ ക്യാൻഡിലോട്ട് നോക്കിയാലോ. 56,070 പൊട്ടിയാൽ പിന്നെ താഴോട്ട് പറയാനുള്ളത് ഇതാണ് 55,489. ഇതേണ്ട ഈ ലൈൻ 55,469, 70 കൂട്ടിക്ക് 55,470. ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 600-700 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ വന്നാൽ 54,550 വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ വിചാരിക്കും ഞാൻ പൊട്ടക്കണ്ണനെ മാവേലൂർ വരയ്ക്കുന്നതായിരിക്കും വിചാരിക്കുന്നത് അല്ലേ. 54,559, 54,560. ഓക്കെ, ഇത്രയും വരെ തൽക്കാലം ഇത്രയും കിടക്കട്ടെ. ഇൻട്രാഡേ ബേസിസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കിയേക്കാം. വരൂ മകനെ. ബാക്കി വരകളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ, മാറ്റാനൊന്നുമില്ല. ഈ വരകളൊക്കെ തന്നെ ഇത് നോക്കിയിട്ടോ, അറിയാത്തവർക്ക് ഓർമ്മയിൽ വെച്ചു. 56,070, 55,470, 54,560, 53,944. ഓക്കെ, ഇത്രയുമാണ്. 53,944 വരെ നിൽക്കട്ടെ. ബാക്കി പിന്നെ നമുക്ക് നാളെ ശേഷം കാഴ്ചയിൽ പറയാം. എന്തായാലും ഒരു 1000 പോയിൻറ്റിനുള്ളത് വരച്ചിട്ടുണ്ട്. ഓക്കെ, പൊട്ടിയാലോ, ഒരു 1000 പോയിൻറ്റ് പൊട്ടിയാലോ. ഓക്കെ, നമുക്ക് നോക്കാം. അതിനുശേഷം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ അന്നേരം വരയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച രാവിലത്തെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അറിഞ്ഞിട്ട് രാവിലെ പുട്ടെടുക്കണമെന്നുള്ളത് രാവിലെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അടുത്തത് മിഡ് ക്യാപ്പിൽ ഒന്നും പറയാനില്ല. ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല മിഡ് ക്യാപ്പിന്. ഓക്കെ, ഒരു ബന്ധവും കാണത്തില്ല. അത് അതിൻ്റെ വഴിക്കും മിഡ് ക്യാപ്പിൻ്റെ വഴിക്കും നിഫ്റ്റിയുടെ വഴിക്കും പോവും. കാരണം ഇത് ഓടുന്നത് മുഴുവൻ ഇപ്പം ഈ BSE കയറിയതോടുകൂടെ BSEയുടെ പോക്ക് അനുസരിച്ചായിരിക്കും ഇത് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് 13,077 ഈ 13,143 പൊട്ടിയാൽ പിന്നെ 13,077, 13,014 കാണാൻ സാധ്യതയുണ്ട്. വരച്ചിട്ടുണ്ട്, പഴയ വരയാണ്. വരകളൊന്നും മാറ്റമില്ല, പഴയ വരകൾ തന്നെ, വേറെ ഒന്നും മാറ്റാനില്ല. ഓക്കെ, ഈ ലെവലുകളൊക്കെ നിങ്ങൾ നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ള കാര്യം.
അതുപോലെ തന്നെ പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രോഫിറ്റിൻ്റെ പോള് കണ്ടു വളരെ മോശം 50% ഉള്ളൂ. 50%. കഴിഞ്ഞ പ്രാവശ്യം 65% ഉണ്ടായിരുന്നത് നേരെ 50% വന്ന് പോയതിൻ്റെ കാരണം ഹീറോ സീറോ കളിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് ഹീറോ സീറോ നിങ്ങൾ കളിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ കയ്യിലുള്ള പ്രോഫിറ്റിന് 1% വെച്ച് മാത്രമേ നിങ്ങൾ ഹീറോ സീറോ കളിക്കാവൂ. അല്ലാതെ നിങ്ങൾ ഹീറോ സീറോ കളിക്കാൻ നിൽക്കരുത്, ദൈവത്തെ ഓർത്ത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു, കാത്തിരുന്ന് അവസരം വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, ചുമ്മാതെ ട്രേഡ് എടുത്ത് പൈസ കളയാൻ ശ്രമിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.